വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പുതിയ ഒരു ട്രെൻഡ് ആയിട്ടുള്ള നെക്ക് ലൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്ക് ലൈൻ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോർമൽ റൗണ്ട് നെക്ക് തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പീസ് എടുക്കാം. ഈ പീസ് നമ്മൾ കുർത്തിന്റെ മേലയിലായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സൈഡും മാർക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലെങ്ത്തും അടയാളപ്പെടുത്താം. ഏകദേശം 13. നമുക്ക് നെക്ക് ലൈനും മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പീസ് അടിയിലത്തെ നമ്മുടെ കുർത്തിയുടെ പീസ് മാറ്റി വെക്കാം. ഇതും നമ്മുടെ സൈഡും അതുപോലെ തന്നെ ആം ഹോളും ഷോൾഡറും നമ്മൾ കറക്റ്റ് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്കും. നമ്മൾ ഈ രണ്ട് സൈഡ്സിനും 1/2 ഇഞ്ച് വീതം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതാണ്. അതായത് 1/4 ഇഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ കുർത്തിയുടെ നല്ല വശം. നമുക്ക് നീർത്തിയെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത പീസ് ഇതിന് ലെവലാക്കി വെച്ച് കൊടുക്കാം. നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബയ സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട്സ് കൊടുക്കാം. ചെറിയ ചെറിയ കട്ട്സ് കൊടുത്താൽ മതി. നൂല് കട്ട് ചെയ്ത് പോകുന്ന ചെയ്യണം. ഓക്കെ, നമുക്കിത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്ക് ലൈൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടുകളും നൽകുക. ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.